മലയാളികളെ നാണം കെടുത്തുന്ന CPM-ന്റെ കല്യാണ ബ്യൂറോ, മൊണാലിസയും ഫർമാൻ ഖാനും. ഇതിനു പിന്നിലെ ഗൂഢാലോചന എന്ത്? സോഷ്യൽ മീഡിയയിൽ വൈറലായ മൊണാലിസ ഭോസ്ലെയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ആ പെൺകുട്ടി ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് അവളുടെ വിവാഹത്തിന്റെ പേരിലാണ്. പക്ഷേ ആ വിവാഹം നടത്തിയത് ആരാണെന്നറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി ശിവൻകുട്ടിയും A റഹീമും ചേർന്ന് ആ പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവിന് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു. സ്വന്തം വീട്ടുകാരുടെ സമ്മതമില്ലാതെ, പ്രായപൂർത്തി പോലും ആയിട്ടില്ല എന്ന് വീട്ടുകാർ ആരോപിക്കുന്ന ഒരു പെൺകുട്ടിയെ മറ്റൊരു സംസ്ഥാനത്തു നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഇവർക്ക് എന്താണ് ഇത്ര താല്പര്യം? ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിമാക്കാനുള്ള പ്രത്യേക അജണ്ടയാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. എന്തുകൊണ്ട് ഇവർ കേരളം തിരഞ്ഞെടുത്തു? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കാത്ത ഈ മതമാറ്റ നാടകം ഇവിടെ നടത്താൻ ഇവർക്ക് എന്താണ് ഇത്ര ധൈര്യം? ഉത്തരം ലളിതമാണ്. കേരളത്തെ ഇവർ മതം മാറ്റുന്നവരുടെ സുരക്ഷിത താവളമാക്കി മാറ്റിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നേ തീവ്ര മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ വരെ ഇവിടെ എത്തിച്ച് കേരളത്തെ നാണം കെടുത്തുകയാണ് CPM. നമ്മുടെ മുന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രണയം നടിച്ച് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിലാക്കി മതം മാറ്റുന്ന കാഴ്ചകൾ. അങ്ങനെ പലരും തീവ്രവാദ സംഘടനകളിൽ എത്തിയതും സിറിയയിലെ മണലാരണ്യങ്ങളിലും തീവ്രവാദ ക്യാമ്പുകളിലും ജീവിതം ഹോമിച്ചവരുടെയും കഥകൾ നമുക്കറിയാം. പലരും കടുത്ത സമ്മർദ്ദത്തെയും പീഡനത്തെയും തുടർന്ന് മുസ്ലിമായതും അങ്ങനെ ആവാൻ തയ്യാറാവാത്തവരെ ആത്മഹത്യയെ ചെയ്യിപ്പിച്ചതും നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ഇതിന് കാർമ്മികത്വം വഹിക്കുന്നുവെങ്കിൽ ഇതിന് പിന്നിൽ വലിയൊരു അജണ്ടയില്ലേ? ഗോവിന്ദൻ മാഷിനോടും ശിവൻകുട്ടിയോടും ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഒരു മുസ്ലിം പെൺകുട്ടിയെ ഇതേപോലെ ഒരു ഹിന്ദു യുവാവിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അന്ന് നിങ്ങളുടെ ഈ മതേതരത്വം എവിടെ പോകും? നിങ്ങളുടെ സ്വന്തം മക്കളെ ഇത്തരത്തിൽ മാതാപിതാക്കളുടെ സാന്നിധ്യമില്ലാതെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? രാജ്യത്തെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യം വെക്കുന്നവർക്ക് കുടപിടിച്ചു കൊടുക്കുന്ന പണിയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? ഇതര സംസ്ഥാനങ്ങളിൽ പോലും നടക്കാത്ത ഇത്തരം പേക്കൂത്തുകൾ കേരളത്തിൽ നടപ്പിലാക്കി ലോകത്തിനു മുന്നിൽ മലയാളികളെ നിങ്ങൾ അപമാനിക്കുകയാണ്. മലയാളിയുടെ അന്തസ്സും വിലയും ഇടിച്ചു താഴ്ത്താൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ഈ നീക്കത്തെ നമ്മൾ തിരിച്ചറിയണം. ഇതൊരു കല്യാണമല്ല, ഇതൊരു കൃത്യമായ പ്ലാനിംഗ് ആണ്. നമ്മുടെ സഹോദരിമാരെ പ്രണയം നടിച്ച് മുസ്ലിമാക്കാനുള്ള അജണ്ട. മലയാളികളെ ലോകത്തിനു മുന്നിൽ അപമാനിക്കുന്ന CPM-ന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുക.